ഒരു വിഷയം കൂടി, ഈ വയനാട് പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് വീട് നിർമ്മിക്കുന്നതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പ് മുഖേനയാണ് ഫണ്ട് സ്വരൂപിച്ചിട്ടുള്ളത് കോൺഗ്രസ്. ആ ആപ്പ് പ്രവർത്തനത്തിലുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ആപ്പ് പ്രവർത്തിക്കുന്നില്ല. ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ. അത് ക്ലോസ് ചെയ്താണ് KPCC. അത് ക്ലോസ് ചെയ്താണ്. അതിൽ വന്ന ഫണ്ടിനെ കുറിച്ച് അല്ല, അതൊക്കെ ഞാനല്ലല്ലോ പറയണ്ടേ, KPCC പ്രസിഡന്റ് പറയും. അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ടാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് കയ്യിലല്ലേ, ആദ്യം പോയിട്ട് ആ 742 കോടി രൂപ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചിട്ട് വയനാടിന്റെ പേരിൽ പിരിച്ചിട്ടിട്ടുണ്ട്. ആ പാവപ്പെട്ടവർക്ക് വാടക കൊടുക്കുന്നില്ല, ഇതുവരെ ഒരു വീട് വെച്ചിട്ടില്ല, ഗുരുതരമായി രോഗം ബാധിച്ച ആളുകൾക്ക് ചികിത്സയ്ക്ക് സഹായം കൊടുക്കുന്നില്ല, ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കൊടുക്കുന്നില്ല. ഞങ്ങളൊക്കെയാണ് അവരെ സഹായിക്കുന്നത്, അവിടുത്തെ MLA നേതൃത്വത്തിൽ. ആ 742 കോടി രൂപ ബാങ്കിൽ ഇട്ടിരിക്കുന്നു, എടുത്ത് ആ പാവങ്ങൾക്ക് കൊടുക്കാൻ പറ. ആകെ 500 പേരെയുള്ള അവിടെ, 500 കുടുംബമുള്ള ആകെ. ആ 500 കുടുംബത്തിന് 742 കോടി കിട്ടിയിട്ട് ജൂലൈ 30 ഒരു കൊല്ലം തീർത്തിയാക്കുക. ഒന്നും ചെയ്തില്ല സർക്കാർ.